ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കർമ്മ. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജി മാത്രമായിരിക്കും ഇതിലുള്ളത്. തേർഡ് പാർട്ടിയുടെ കർമ്മ. പിന്നെ കുറച്ച് ക്ലൂസുകൾ ഞാൻ പറയുകയാണ്. ഈ ക്ലൂസുകൾ നിങ്ങളുമായിട്ടോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ തേർഡ് പാർട്ടി ആയിട്ടോ റെസൊനേറ്റ് ആകുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ക്ലൂസുകൾ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് പറയുക. അപ്പം റീഡിങ്ങിലേക്ക് പോവാം. ഷഫിൾ ചെയ്ത് കിട്ടിയിരിക്കുന്ന കാർഡുകൾ: 7 ഓഫ് കപ്പ്, 10 ഓഫ് പെൻഡിക്കിൾ, 6 ഓഫ് വാണ്ട്സ്, കിങ് ഓഫ് കപ്പ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, the tower, 5 of cup, the moon, 5 of wand, 2 of pentacle, 4 of swords, the world. ക്ലൂസുകളായിട്ട് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് 7, 2 പിന്നും ആവർത്തിച്ച് വന്നിരിക്കുന്നു, 4, 6, 10, 5 പിന്നും ആവർത്തിച്ചു, 5. മന്ത് മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ, ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, ഒക്ടോബർ, മെയ്. ഈ നമ്പേഴ്സ് എന്തെങ്കിലും നിങ്ങളുടെ ബർത്ത്ഡേയോ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ടോ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടോ ഈ നമ്പറിനോ മാസത്തിനോ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് നോക്കുക. പിന്നെ ക്ലൂസായിട്ട് കിട്ടിയിരിക്കുന്ന കളേഴ്സ് റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ. ഈ കളറുകൾ നിങ്ങളുടെ പാർട്ട്ണർക്കോ നിങ്ങൾക്കോ തേർഡ് പാർട്ടിക്കോ കൂടുതൽ ധരിക്കുന്നതായിട്ടുള്ള കളറുകളായിരിക്കും. അവർ സ്ഥിരം ഒരുപാട് യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെയോ അവർക്ക് ഇഷ്ടമുള്ള കളറോ ഒക്കെ ആയിരിക്കാം. പിന്നെ സൈൻ പറയുകയാണെങ്കിൽ വാട്ടർ സൈൻ ഉണ്ട്, എർത്ത് സൈൻ, എയർ സൈൻ, ഫയർ സൈൻ, ഇതൊക്കെയാണ് സൈൻ. ഓക്കെ, സൈനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ഇന്നലെ ഞാനിതിന് സ്പെഷ്യലായിട്ട് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കുറച്ച് അറിവുകൾ കൂടി സമ്പാദിച്ചതിന് ശേഷം ഞാൻ നല്ലതുപോലെ റീഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ള പോരായ്മകൾ സഹിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇനിയുള്ള ക്ലൂസുകൾ പറയാനേ നേരമുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സ്നേക്ക്, സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീടിനടുത്ത് എവിടെയെങ്കിലും സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സൈൻ കിട്ടുന്നൊന്ന് നോക്കുക. മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, കടൽ, പൂക്കടയുമായിട്ട് ജോലിയുള്ളതോ മത്സ്യവുമായിട്ട് ജോലിയുള്ളതോ മാർക്കറ്റുമായിട്ട് ജോലിയുള്ളതോ ആകാം. അഗ്നിയുമായിട്ട് ജോലിയുള്ളത്, ഫയർഫോഴ്സിലോ അല്ലെങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന ആൾക്കാരോ. വാഹനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടയർ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പിന്നെ ശ്മശാനം, ചർച്ച്, സെമിത്തേരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ വീടിനടുത്തോ മറ്റോ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കാം. ആർക്കെങ്കിലും ഇതിൻ്റെ സൈൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. ഈ സൈനിലൊന്നും വലിയ കാര്യമില്ല. സൈനിനെക്കാട്ടിയും നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്ന കാര്യമാണോ നമ്മൾ റീഡ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിങ് തന്നെയാണ്. പിന്നെ സൈൻ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് റെസൊനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പോൾ സൈൻ വലിയ പ്രാധാന്യമില്ല. എൻ്റെ അടുത്ത് വ്യൂസ് പറഞ്ഞതാണ് സൈനും കൂടി എന്തെങ്കിലുമുള്ള ക്ലൂസുകളൊക്കെ കൂടി വയ്ക്കാൻ പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് റീഡിംഗ് ആണ്. റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നോ നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി വരണ്ട വൃക്ഷം. ആരുടെയെങ്കിലും വീട്ടിൽ ഉണങ്ങി വരണ്ട് നശിച്ച് തീർന്നിരിക്കുക, പക്ഷെ അത് താഴെ വീണിട്ടില്ല, ഇലകളെല്ലാം കൊഴിഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങൾ സൈനുള്ളവർ. ഓക്കെ, അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ റീഡിങ്ങിലോട്ട് പോവാം. ഇപ്പം തന്നെ
4 മിനിറ്റ് 5 മിനിറ്റായി. അതാണ് ഞാൻ കുറച്ച് റീഡിങ് കൂടി പോകും. ഓക്കെ, അപ്പോൾ 7 ഓഫ് കപ്പ് റീഡിങ്ങിലോട്ട് പോവേണം. ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായി സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ ആ മോശമായ ബന്ധമാകാം, ചിലപ്പോൾ സുഹൃത്ത് ബന്ധമാകാം, അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ. ഓക്കെ, അവരുടെ സുഹൃത്ത് വലയങ്ങൾ വളരെ വലുതായിരിക്കാം. പിന്നെ അത്ര നല്ല സുഹൃത്ത് വലയങ്ങളൊന്നും ആയിരിക്കത്തില്ല. നല്ല രീതിയിൽ കുപ്രസിദ്ധം ആർജിച്ച ആൾക്കാരായിരിക്കും അവരുടെ സുഹൃത്ത് വലയങ്ങൾ. തേർഡ് പാർട്ടിയുടെയാണ് പറയുന്നത്. എന്നാൽ വളരെ സുന്ദരിയും അല്ലെങ്കിൽ സുന്ദരനും നല്ല ശാരീരികമായിട്ടുള്ള സൗന്ദര്യവും എല്ലാം കൊണ്ട് തൃപ്തരായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. ആരെയും ആകർഷിക്കാനുള്ള കഴിവുള്ള വ്യക്തി, ആണായാലും പെണ്ണായാലും. സംസാര രീതിയിലോ അല്ലെങ്കിൽ കാണാൻ ചിലപ്പം അത്ര നിറവും കാര്യങ്ങളോ അല്ലെങ്കിൽ സൗന്ദര്യമോ മുടിയോ അങ്ങനെ അതൊന്നും അവർക്ക് കണ്ടെന്നിരിക്കത്തില്ല. ഒന്നും നമുക്ക് എടുത്തു പറയാൻ തക്കവണ്ണം ഒരു ഇത് കണ്ടെന്നിരിക്കത്തില്ല. പക്ഷേ അവരുടെ സംസാര രീതി ആരെയും മയക്കിക്കൊണ്ട് പോകുന്ന സംസാര രീതിയായിരിക്കും. ആരും വീണു പോകും അവരുടെ വാക്കുകളിൽ. ഓക്കെ, അവരൊക്കെ വന്ന് നമ്മളെ ഉപദേശിക്കും. ഒരു കാര്യങ്ങളൊക്കെ വന്ന് ഉപദേശിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ പള്ളിയിലെ അച്ഛനായിരിക്കും അതെന്ന്. ഓക്കെ, അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള ഉപദേശകരും ഉപദേശികമാരും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടി. അവർ സംസാരം കൊണ്ടും ശാരീരിക സൗന്ദര്യം കൊണ്ടും ഒക്കെ നിങ്ങളുടെ പേഴ്സണെ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങളെ പേഴ്സണെ സ്വന്തമാക്കി. നിങ്ങളുടെ പേഴ്സണ് സ്നേഹം, കെയർ, ക്യാഷ്, ടൈം ഒന്ന് വേണ്ട എല്ലാം നൽകിക്കൊണ്ടിരുന്നു. ആ കപ്പ് നിറച്ചും കൊടുത്തുകൊണ്ടിരുന്നു. ക്യാഷും സ്നേഹവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സൂം ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ആ കാണുന്ന ഫസ്റ്റ് കാർഡൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. സ്നേഹവും ക്യാഷും എല്ലാം മുകളിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം വിഷങ്ങളും കാര്യങ്ങളും പാമ്പും തേളും എല്ലാം ആ കപ്പിനടിയിലോട്ടാണ്. അതെന്തായാലും നിങ്ങളുടെ പേഴ്സൺ കാണുന്നില്ല. മുകളിൽ ഇരിക്കുന്ന ചിരിയും കളിയും സ്നേഹവും ക്യാഷും ഒക്കെ കാണുന്നുള്ളൂ. തിളങ്ങുന്ന നെക്ലേസും ഒക്കെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അടുത്തത് 10 ഓഫ് പെൻഡിക്കിളാണ്. സാമ്പത്തികമായും ഒരുപാട് സഹായിച്ചു. പല ഗിഫ്റ്റുകൾ, വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ, സാരി, ചുരിദാർ, വാച്ച്, ജീൻസ്, വണ്ടി എന്നിവേണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ സഹായിക്കാനും അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാനായിരിക്കും സാധ്യത. അങ്ങോട്ട് കൊടുത്തു നിങ്ങളുടെ പേഴ്സണല്ല, അപ്പം അങ്ങോട്ട് കൊടുക്കാനായിരിക്കും സാധ്യത. അങ്ങോട്ട് കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കി. ഓക്കെ, ഒരു പക പോലെയാണല്ലോ അവർ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോടുള്ള വല്ല വെല്ലുവിളി അങ്ങനാണോ? നിങ്ങളുടെ അടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പേഴ്സൺ ആയിരിക്കും ഈ തേർഡ് പാർട്ടി. നിങ്ങളോടുള്ള വെല്ലുവിളി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതെല്ലാവരുടെയും റീഡിംഗ് അല്ല, വളരെ ചുരുക്കം ആൾക്കാരുടെ റീഡിംഗ് ആയിട്ട് അങ്ങനെ കാണുന്നുണ്ട്. 6 ഓഫ് വാണ്ട്. ഒരു സന്തോഷം, പാർട്ടി, അവരുടെ ലൈഫിലായിട്ട് സന്തോഷങ്ങൾ ഒരുപാട് വന്നു, പൂത്തു തളിർത്തു, ഭയങ്കര ഗാർഡനിങ്. ആ കാർഡൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഭയങ്കര സന്തോഷമായി അവരുടെ ലൈഫിലോട്ട്. ഒരുപാട് പൂക്കളും എല്ലാം വിടർന്ന് നിൽക്കുന്നുണ്ട്. ഗ്രീൻ എല്ലാം സമാധാനവും സന്തോഷവും അവരുടെ ലൈഫിലേക്ക് വന്നു. അവർ ചിരിക്കുന്ന ചിരി കണ്ട്, അവരുടെ തലയിലിരിക്കുന്ന കിരീടം കണ്ട, പൂക്കൾ കൊണ്ട് തുന്നി വെച്ചിരിക്കുന്ന കിരീടങ്ങൾ, അവരുടെ ജീവിതത്തിൽ സുഗന്ധവും സന്തോഷവും ഒക്കെ വന്നു. നിങ്ങളുടെ പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അവർ വിവാഹത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നല്ലൊരു കരാറിലേക്ക് മറ്റും അവർ ചെന്നെത്തിപ്പെട്ടു. അതിൽ അവർ ജയിച്ചതിൻ്റെതായ ഒരു സൂചനയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. മുകളിലൊരു റീത്ത് പോലത്തെ സാധനം കണ്ട അവർ ജയിച്ചു, അവരുടെ വിജയചിഹ്നമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ആ ചിരി ഉണ്ടല്ലോ, അത് നിങ്ങളെ നോക്കിയുള്ള ചിരിയാണ്. നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കിയത് കൊണ്ടുള്ള ചിരിയല്ല, നിങ്ങളെ ജയിച്ചു എന്നുള്ളതിൻ്റെ ചിരിയാണ് ആ ചിരി കാണിക്കുന്നത്. സന്തോഷം കൊണ്ട് മാത്രമല്ല, അത് നിങ്ങളുടെ പേഴ്സൺ വന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങളെ ജയിച്ചു എന്നുള്ളതിൻ്റെ ചിരിയാണ് അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി.
ഓക്കെ. അടുത്തത് വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്പാണ്. കാലങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മുമ്പോട്ട് അവർ ഈ ഒരു സന്തോഷത്തിലൊക്കെ മുമ്പോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരുടെ തലയിലിരിക്കുന്ന കിരീടം കാണുമ്പോൾ അറിയാം, അധികാരത്തിൻ്റെ എല്ലാം പിടിച്ചടക്കിയതിൻ്റെ കിരീടമാണ് അവരുടെ തലയിലിരിക്കുന്നത്. ആ കിരീടം വെച്ചതിന് ശേഷം അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യത്തെ പൂച്ചക്കുട്ടിയെ നോക്കൂ, ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന പൂച്ചക്കുട്ടിയുടെ ഫേസ് കണ്ടാൽ എന്തോ ഒരു നിഷ്കളങ്ക ഭാവവും വെള്ള പൂച്ചയും ഗ്രേ കളറിലെ പൂച്ചയൊക്കെയാണ്. പക്ഷേ അതൊക്കെ മാറി ലൈഫിലോട്ട് വന്ന് നിങ്ങളുടെ പേഴ്സൺ വന്നതിന് ശേഷം ആ പൂച്ചക്കുട്ടിയുടെ ഫേസ് ഒന്ന് നോക്കിയാണ്, എന്തോ ഒരു ഗർവ, എന്തോ ഒരു കട്ടിയാ, പേടിയാവത്തില്ലേ നോക്കിയാൽ. അതുപോലെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണോട്, എപ്പോഴും പാർട്ടി എന്നാണല്ലോ വരുന്നത്, നിങ്ങളുടെ പേഴ്സണോട്, ചിലപ്പോൾ തേർഡ് പാർട്ടി റീഡിങ് ആയതുകൊണ്ടായിരിക്കും പാർട്ടി വരുന്നത്, നിങ്ങളുടെ പേഴ്സണോട് അവർ ദേഷ്യപ്പെട്ട് സംസാരിക്കാനും അധികാരത്തിൽ സംസാരിക്കണം. എന്ത് താമസിച്ചത്, നേരത്തെ വന്നൂടെ, ആരെയാണ് വിളിക്കുന്നത് എന്ന് അവർക്കൊരു സംശയം, നിങ്ങളെ ഇനി കാണുന്നോ, മിണ്ടുന്നോ, സംസാരിക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചതുപോലെ ഇനി എവരോടും കാണിക്കുന്നോ എന്നുള്ള. കാരണം മോഷ്ടിച്ചുകൊണ്ട് വന്നവർക്ക് എപ്പോഴും പേടിയായിരിക്കും, കാരണം അവരെ കയ്യിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നുള്ള പേടി അവർക്കുണ്ടായിരിക്കും. ആ പേടി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓൺലൈനിൽ കണ്ടിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ താമസിച്ചിരുന്നാലും, എവിടെയെങ്കിലും പോയിരുന്നാലും ഒക്കെ ഇങ്ങനെ കോൾ വെയിറ്റിംഗ് ആയിരുന്നാലും എല്ലാം നിങ്ങളുടെ പേഴ്സണെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ കൂടെ ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും റിലേഷനിലുള്ള ആൾക്കാരായിരുന്നാലും ഇപ്പം ഒരുമിച്ച് ജീവിക്കുന്നവരായിരുന്നാലും ഇത് വരും കേട്ടോ. പിന്നെ ഇത് വൈഫും ഹസ്ബൻഡുമായിട്ടും തേർഡ് പാർട്ടിയെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതാണ്. അപ്പം ആ കല്യാണവും കാര്യങ്ങളും ഒന്നുമല്ല വരുന്നത്, അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു സന്തോഷം വന്നു എന്ന് മാത്രം എടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ തേർഡ് പാർട്ടി ഏത് തരത്തിലുള്ളതാണ് എന്നുള്ള കാര്യം അനുസരിച്ച് ഈ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങൾ എടുക്കുക. അപ്പോൾ അവകാശത്തിൻ്റെ കിരീടം വെച്ചിട്ട് അവരങ്ങോട്ട് നിങ്ങളുടെ പേഴ്സണെ ഭരിക്കാൻ തുടങ്ങി. ഒരിടത്ത് ഭരണം കണ്ടിട്ടാണ് അവിടെ നിന്ന് ചിലപ്പം നിങ്ങൾ അവരുടെ അടുത്ത് എന്തിനാ ഫോൺ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ വിളിക്കാത്ത എന്ത്, അത് കേട്ട് മടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് ചാടിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിലും വലിയ ഇതായതുകൊണ്ട് അവരവിടെ കൊടുത്തുകൊണ്ടിരുന്ന ഇമോഷൻ സ്റ്റോപ്പ് ചെയ്തു, തട്ടിമറിച്ചിട്ടിരിക്കുന്നു. ആ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കപ്പെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഇമോഷൻ്റെ എല്ലാം കാര്യങ്ങളാണ്. കരച്ചിലായാലും സന്തോഷമായാലും എല്ലാം ആ സാധനം അവിടെ തട്ടിമറിച്ച് അങ്ങ് ഇട്ടേക്കുക. ഓക്കെ. എന്നാൽ അവരുടെ ഇടയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായിരുന്ന ആ വെടിക്കെട്ട് സ്നേഹം, സന്തോഷം പിന്നെ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. അതെല്ലാം അവസാനിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ എത്ര കത്തിക്കും തോറും ചീറ്റിക്കൊണ്ട് പോകുന്ന പടക്കം പോലെ മാത്രമായി. ഓക്കെ, അവരുടെ സ്നേഹം മൊത്തം എത്ര കത്തിച്ചാലും ചീറ്റി പോകുന്ന പടക്കം പോലെയായി തേർഡ് പാർട്ടിക്ക്. എത്രയൊക്കെ നിങ്ങളുടെ പേഴ്സണെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നാലും ഒന്നും ശരിയാവുന്നില്ല, പിന്നെ അത് ചീറ്റിപ്പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ ബുദ്ധിമതിയോ ആയിരിക്കാം. അവർക്ക് കിട്ടേണ്ടതെല്ലാം അവർ വാരി വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അവരുടെ കമ്പനി അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് അവരുടെ പടക്കക്കടയും കൊണ്ട് അവരവിടെ നിന്ന് നിർത്തലാക്കി. അവരവിടെ നിന്ന് ആ കമ്പനി നിരോധിച്ച് തേർഡ് പാർട്ടിയുടെ കയ്യിലുള്ള കപ്പും പോയി. ആ കാർഡിൽ തന്നെ അതിൻ്റെ പിറകു വശത്ത് ഒരു മത്സ്യം തലകുത്തനെ മറിയുന്നതായിട്ട് കാണാം. സമുദ്രത്തിലോട്ട്, ഇളകി മറിയുന്ന സമുദ്രത്തിലോട്ട് തലകുത്തനെ മറിയുന്നത്. അവരുടെ സമ്പാദ്യം മുഴുവനും ആഴങ്ങളിലേക്ക് പോയി. മത്സ്യം എന്ന് പറയുന്ന സമ്പാദ്യമായിട്ട് കരുതാം. ആ മത്സ്യം എന്ന് പറയുന്നത് ആഴങ്ങളിലോട്ടാണ് പോകുന്നത്, മുകളിലോട്ട് പൊങ്ങി വരികയല്ല, താഴോട്ട് പോവുകയാണ്. ഇളകി മറിയുന്ന അതിലോട്ട് വീണു. അവരുടെ ഈ ഒരു ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ആ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. അവരുടെ പല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. കർമ്മയാണ്. അനുഗ്രഹങ്ങളുമാണ്. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം അതിലോട്ട് നഷ്ടമായി പോയി. അവരുടെ അടിസ്ഥാനം പോലും ഇളകിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിലാണ്. അവർക്ക് ആ ഒരു ഇരിപ്പിടം പോലും അത്ര ഉറപ്പുള്ളതായിട്ടില്ല. എല്ലാം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരാൾ വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ വന്നു. സമയം തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങി. എങ്ങനെയാണോ കറങ്ങിക്കൊണ്ടിരുന്നത് അവിടെ നിന്നും തിരിഞ്ഞു കറങ്ങി. നിങ്ങൾ നിന്ന അതേ സ്ഥാനത്തേക്ക് ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് ആ ഒരു പോയിന്റിൽ നിൽക്കുന്നത്. നിങ്ങൾ നിന്ന് കരഞ്ഞ് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യാട്ടി വിളിച്ചുകൊണ്ടിരുന്നില്ലേ, ആ സ്ഥാനത്ത് ഇപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടിയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണേയും കൊണ്ട് തേർഡ് പാർട്ടി പോയപ്പോഴത്തേക്ക് നിങ്ങൾ കയ്യാട്ടി തിരിച്ച് വിളിച്ച സമയത്ത് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങൾക്ക് ടാറ്റയും തന്നു പോയ അതേ കൈ കൊണ്ട് അവരിപ്പോൾ ആ കൈ കൊണ്ട് നെഞ്ചത്ത് അതിലും ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആ വീല് കറങ്ങി നിങ്ങൾ നിന്ന സ്ഥലത്ത് ഇപ്പോൾ ആ തേർഡ് പാർട്ടി വന്നപ്പോൾ നെഞ്ചത്തടിയുടെ ശക്തി കൂടിയിട്ടുണ്ട്. നിങ്ങൾ അടിച്ചതിൻ്റെ 10 ഇരട്ടി ശക്തിയോട് കൂടിയാണ് ഇപ്പോൾ നെഞ്ചത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കർമ്മ വന്നു. ആ വീലിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കാം. നിങ്ങൾ സൂം ചെയ്ത് ഈ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയേക്കുക. അത് സൂം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പൂച്ചക്കുട്ടി ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കുകയാണ്. നീയൊക്കെ ചെയ്തതിന് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതും, നീയൊക്കെ മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ മോശവും തരാനായിട്ട് തലയും ആട്ടി ഇങ്ങനെ തലയെടുത്ത് പിടിച്ച് ഇങ്ങനെ എടുത്ത് പിടിച്ച് ഗൗരവത്തോടെ ഇരിക്കുന്ന ആ മുഖമൊന്ന് നോക്കിയാണ്. വൈറ്റ് കണ്ട, ആ വൈറ്റും ബ്ലാക്കും, നല്ലതിന് നല്ലത് മോശത്തിന് മോശം. അപ്പം നല്ലതാണ് ചെയ്തിരുന്നെങ്കിൽ നല്ലതും വരുമായിരുന്നു, മോശമാണെങ്കിൽ മോശവും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളന്ന് നോക്കി തരും. ഓക്കെ, കർമ്മ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. ദ ടവർ വന്നു കഴിഞ്ഞു. അഗ്നി പതിച്ചു അവരുടെ സ്വപ്നങ്ങളിലേക്കും അവരുടെ അഹങ്കാരങ്ങളിലേക്കും. വഞ്ചന, ചതി, അവരുടെ എല്ലാവിധമായ കാര്യങ്ങളിലേക്കും. ടവർ, മിന്നൽ, യൂണിവേഴ്സിൻ്റെ മിന്നൽ. മറ്റൊരാൾ നിങ്ങളവിടെ കിടന്ന് നെഞ്ചുപൊട്ടി കരയുകയാണ്. നിങ്ങളുടെ നിരപരാധിത്വം പറഞ്ഞു എടുത്തും പിറകെ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് ഇത് കണ്ടിട്ട് യൂണിവേഴ്സിന് സഹിക്കാൻ കഴിയാതെയാണ് അവിടെ ടവർ വീഴുന്നത്. മിന്നൽ അയക്കുകയാണ്. അവരുടെ സന്തോഷത്തിൻ്റെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും അവരുടെ ഗർവിൻ്റെയും അഹങ്കാരത്തിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലോട്ട് എന്ത് വീണു? മിന്നൽ പതിച്ചു. യൂണിവേഴ്സിൻ്റെ മിന്നൽ വന്ന് തകർത്ത് തരിപ്പണമായി എല്ലാം കത്തി തകരുകയാണ് ടവർ. ഓക്കെ, എല്ലാം തവിട് പൊടിയായി, എല്ലാം കത്തി ചാമ്പലായി. എങ്ങനെയെങ്കിലും ജീവനും രക്ഷപ്പെട്ട് ചാടി പുറത്തിറങ്ങി. പിന്നെ 5 ഓഫ് കപ്പാണ്. നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ കേടായിരുന്നു, എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പിറകെ പോയിട്ട് എന്നും പറഞ്ഞ് ആ വീണ് കിടക്കുന്ന കപ്പിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ ആയിരുന്നു. മലപ്പുറം കത്തി, മിഷൻ ഗണ്ണ് എന്നൊക്കെ ഓർത്ത് ആ പൂച്ചക്കുട്ടി ഇരിക്കുന്ന ഇരുത്താണ്ടില്ലേ. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാ ഇമോഷനും എല്ലാ കാര്യങ്ങളും എല്ലാം അവർക്ക് നഷ്ടമായി പോയി. അവരുടെ കാശും പോയി, മാനവും പോയി, എല്ലാം പോയി. പിന്നെ വന്നിരിക്കുന്നത് ദ മൂണാണ്. രാവും പകലും എല്ലാം വിഷമത്തിലാണ്. രാത്രി നിന്നാണെങ്കിലും പകലെന്നാണെങ്കിലും വിഷമത്തിലാണ്. എങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. വൈറ്റ് പൂച്ചയാണ്. സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, സ്വയം സമാധാനിക്കുന്നുണ്ട്. ഒരുപാട് ഇമോഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൈറ്റ് പൂച്ചയാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് വാണ്ട്. കൂട്ടയടി നടക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് കൂട്ടയടി നടക്കുകയാണ്. തേർഡ് പാർട്ടി ഇപ്പം മരിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ്. അവരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം അസ്ഥിപഞ്ജരമായിരിക്കുന്നു. അത് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു തലയോട്ടിയുടെ മുകളിലാണ് ആ പൂച്ച കയറിയിരിക്കുന്നത്. ഓക്കെ, അതിന് മെഴുകുതിരിയും കത്തിച്ച്, കാരണം അവർക്ക് അവിടെ വെട്ടം പോലും ഇല്ല. ഒരു ചെറിയ പ്രതീക്ഷകളിലാണ് അവരിയ്ക്കുന്നത്. മെഴുകുതിരി എന്ന് പറയുന്നത് ഒരു ചെറിയ തീനാളമാണ്. അവരുടെ അവിടെ സണ്ണില്ല, ഇരുട്ടാണ്, സന്തോഷമില്ല, മങ്ങിയ വെളിച്ചമാണ്.
അവർക്കൊന്നും കാണാനും എടുക്കാനും വയ്യാത്ത ഒരു ചെറിയ 2-3 മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത്. 3 തേർഡ് പാർട്ടി മെഴുകുതിരി തേർഡ് പാർട്ടി 3 എണ്ണമാണ്. അപ്പോൾ അവരുടെ ലൈഫിലോട്ട് വീണ്ടും തേർഡ് പാർട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരാൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക്. എന്തായാലും നല്ല കാര്യത്തിനായിരിക്കത്തില്ല ഇടപെടുന്നത്, മോശം കാര്യത്തിനായിരിക്കും. കാരണം കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും നല്ല കാര്യത്തിന് ആരും ഇടപെടാൻ പോകുന്നില്ല. കർമ്മയും കൂടിയാണ്. ആ വൃക്ഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ കഴിയും, വരണ്ടുണങ്ങി അവർക്ക് കിട്ടാനുള്ള എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം നശിച്ചുകൊണ്ട് അവർ കർമ്മം അനുഭവിച്ചു കൊണ്ടിരിക്കണം. അത്രയും കഠിനമായ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളെല്ലാം ഇപ്പം ശവപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. ശവപ്പറമ്പ് പോലെ ആയി കിടക്കുകയാണ്. ഒരു പുല്ല് പോലും, അവരുടെ സ്വപ്നമാകുന്ന ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. മറ്റാണെങ്കിൽ സ്റ്റമ്മിലൊക്കെ ഓരോന്ന് മുളച്ചിരിക്കുന്ന കണ്ടിട്ടില്ലായിരുന്നു. ആ 6 ഓഫ് വാൺസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 6 വാണ്ടിലും അവരുടെ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ മുളച്ചിരിക്കുകയായിരുന്നു. എല്ലാത്തിലും തലയിൽ മറ്റേ ആ പൂവൊക്കെ വെച്ചിട്ട് നിങ്ങളെ നോക്കിയുള്ള ഒരു ചിരിയൊക്കെ ചിരിച്ചില്ലേ, ആ സമയത്ത് എന്തോ ഒരു മുളപ്പായിരുന്നു. ഇപ്പം നോക്കിക്കണം, ഒരു മുള പോലും പൊട്ടുന്നില്ല. എല്ലാം ആ വൃക്ഷങ്ങൾ, അവിടെയുള്ള വൃക്ഷങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാം കരിഞ്ഞുണങ്ങി നശിച്ച് നാരായണം അതിനടുത്ത് ഇനി അതൊന്നുമില്ല, ഒടിഞ്ഞ് വീഴാറായി കിടക്കുകയാണ്. ഓക്കെ, അടുത്തത് 2 ഓഫ് പെൻഡക്കിളാണ്. അവർക്ക് ജഗിള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കണോ, പോകണോ, എങ്ങനെ പോകും, രക്ഷപ്പെടണോ, മറ്റെന്താണ് ഈ ലൈഫിൽ ഇങ്ങനെ വരാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ചില ബ്ലാക്കിലോട്ടും ആവശ്യമില്ലാത്ത ചിന്തകളിലോട്ടും ചുവപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കുന്നുണ്ട്. വല്ല മന്ത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഇനിയും നേരെയാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആ 2 പൂച്ചകൾ ഇരിക്കുന്നതിൻ്റെ മധ്യത്ത് കുറേ ക്രോസും വട്ടവും കാര്യങ്ങളൊക്കെ നക്ഷത്രമൊക്കെ കാണുന്നുണ്ടല്ലോ. അത് അവരെന്തോ മാജിക്ക് ചെയ്യാൻ പോവുകയാണ്. ബ്ലാക്ക് മാജിക് ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടൊക്കെ സംസാരത്തിലാണ്. എന്ത് ചെയ്യണം, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കടി, കിട്ടിയാൽ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കടാന്നൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ആ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് പുറകെയുള്ള റെഡ് കാണിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യമല്ല പറഞ്ഞു കൊടുക്കുന്നത്, മോശം കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, കാരണം ഇവരുടെ കർമ്മം ഇങ്ങനെയാണ്. അവരുടെ കൂടെ ഒന്നും നല്ല ആൾക്കാരൊന്നുമില്ല. നല്ല കുപ്രസിദ്ധി നേടിക്കൊടുത്ത ആൾക്കാർ മാത്രമേ അവരുടെ ആദ്യത്തേൽ തന്നെ കാണാം. 7 ഓഫ് കപ്പ്, അതിൽ ഫുള്ള് ഇതുപോലെ കുപ്രസിദ്ധി നേടിയ ആൾക്കാർ മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ അവർ സങ്കടം പറയുമ്പോഴും വന്ന് നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇമാതിരിയുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കുള്ളൂ. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ് സോൾസ് ആണ്. അവരുടെ ലൈഫിൽ ഇരുട്ടാണിപ്പോൾ. ഇരുട്ടല്ലാതെ മറ്റൊന്നുമില്ല. വാളുകളെല്ലാം ഇങ്ങനെ കുത്തി നിൽക്കുകയാണ് അവരുടെ മുതുകത്ത്. പിറകെ നിന്നുള്ള കുത്ത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളെ ഒരു കുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ 3 കുത്താണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു വാളവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, നിങ്ങളെ പേഴ്സണിട്ട് കുത്താനാണോ എന്തോ. എന്തായാലും ഒരു വാളവിടെ ഈ കിടപ്പുണ്ട്, ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കുത്ത് നിങ്ങളുടെ പേഴ്സൺ പിറകുന്ന് കുത്തിയിട്ട് അവരുടെ കമ്പനിയും പടക്ക കമ്പനിയെല്ലാം കൊണ്ടുപോയില്ലേ. അപ്പം അതിനുള്ള പകരം വീട്ടാൻ വേണ്ടിയിട്ടാണോ എന്തോ ഒരു വാളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ മുതുകത്ത് കുത്തിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളതെങ്കിൽ ഒരു ആൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെച്ചിട്ടുണ്ട്. പുറമേ ഭയങ്കര സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർക്കതിലൊന്നുമല്ല ശ്രദ്ധ. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അവർ കരയുകയാണ്, വിഷമിക്കുകയാണ്, അവർക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഇതിന് പ്രതികാരം, ഇവർ പ്രതികാരദാഹിയാണ്. അവർക്ക് പ്രതികാരം ചെയ്യണം. അവർക്ക് കുറ്റബോധത്തെക്കാളും കൂടുതൽ പ്രതികാരങ്ങളാണ് അവർക്കുള്ളത്. ആ ഒരു പ്രതികാരം, അടുത്ത പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പം ദ വേൾഡ്, അടുത്ത ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേൾഡ് അവസാനിച്ചു. അവർക്കുള്ളതെല്ലാം, അവരുടെ സ്വപ്നങ്ങളും എല്ലാം അവസാനിച്ചു. അവർ സ്ഥലം വിടന്നു. ആ സ്ഥലം അവസാനിപ്പിച്ചു. നിന്നിരിക്കുന്ന ഏത് സ്ഥലമാണോ ആ സ്ഥലത്ത് നിന്നും പോവാനായിട്ട്. കാരണം നാണക്കേടും മാനക്കേടും കൂടി കാണും. കാരണം എങ്ങനെ മനുഷ്യരെ മുഖത്ത് നോക്കും. അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ചിലവർക്ക് അന്നും ഒരു പ്രശ്നമല്ല, എന്ത് നാണക്കേട് വന്നാലും അവരവിടെ നിൽക്കും. എന്തായാലും ഒരിടത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നാണോ ആ സ്ഥലത്ത് നിന്നാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് പോലെ നോക്കുക.
അപ്പം ഇതാണ് റീഡിങ്. ആകെ ഒരു മെസ്സേജ് ഞാൻ ഷഫിൾ ചെയ്ത് ഒരൊറ്റ കാർഡ് മാത്രമേ വീണിട്ടുള്ളായിരുന്നു. ഒരു കാർഡ് എടുക്കുന്നുള്ളെന്ന് പറഞ്ഞാൽ വീണ, 2 കാർഡ് വീണതിൽ ഒരെണ്ണം മാറ്റിയിട്ട് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സണെ ആവശ്യമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങളുടെ പേഴ്സണെ ഇനി അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന്. അപ്പം നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ്, ഇഷ്ടമായവർ മാത്രം കമൻ്റ് ഇടുക. നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് റെസണേറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യവും കൂടി കമൻ്റ് ഇടുക. എൻ്റെ റീഡിങ് ബെറ്റർ ആവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ റീഡിങ് ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ എന്തെങ്കിലും വിഷമത്തിലിരിക്കുന്നവർക്ക് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ്ങും കൂടി വേണം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് പോസിറ്റീവാകാൻ കഴിയുള്ളൂ. എനിക്ക് രാവിലെ മുതൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ എനർജി മൊത്തവും ഞാനിവിടെ സ്വീകരിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര സുഖമില്ലായ്മ പോലെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ എനർജി ഞാൻ പിക്ക് ചെയ്യുന്നത് കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുക. പിന്നെ എൻ്റെ റീഡിങ് ഞാൻ പഠിച്ച് നല്ല രീതിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ബൈ. ഓക്കെ, ശരി. എല്ലാവർക്കും നന്ദി. യൂണിവേഴ്സ് മദറിൻ്റെ അനുഗ്രഹം എല്ലാവരോടും ഇരിക്കട്ടെ. താങ്ക് യു.